ഗൈസ് രാവിലെ ഹാപ്പി ഹർത്താൽ. അപ്പം ഹർത്താലായിട്ട് എണീച്ച് വന്നുള്ള ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ച് വരുന്ന രംഗമാണ് നിങ്ങൾ കാണിച്ചത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇങ്ങനെ ഹർത്താൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളതാണെന്ന് കാണിക്കാൻ പോകുന്നത്. ഈ സെറ്റ് മുന്നേ സെലിബ്രേഷൻ അല്ല, ഏത് കേട്ടോടെ നമ്മുടെ വണ്ടിയിൽ ഇന്നലെ ഭായിമാർ കയറി മുറുക്കാനൊക്കെ ചവച്ചിട്ട് അവന്മാർ തുപ്പുന്നതാണ്, വണ്ടി ഓട്ടത്തിൽ തുപ്പുന്നതാണ്. ഇത് കണ്ടോ, ഇവിടെ എല്ലാ അവന്മാർ മുറുക്കാൻ്റെ തുപ്പലും കാര്യങ്ങളുമാണ് ഗൈസ്. പിന്നെ വണ്ടിയിൽ കുറച്ച് അല്ലറ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്, നമ്മളെപ്പോഴും കാണും. പക്ഷെ നമ്മൾ അതിനായിട്ട് ഇങ്ങനെ മെനക്കെടാറില്ല. ആ സാധനം നമ്മൾ ഇന്ന് ചെയ്യണം. അപ്പം വേറെ ഒന്നുമല്ല, നമ്മുടെ ടയറിൻ്റെ ഗ്രിപ്പയിലെല്ലാം ഫുള്ള് കൊച്ചു കല്ലുകളാണ് ഗൈസ്. അപ്പം ആ സാധനം നമ്മൾ ഇന്ന് ഈ കല്ലൊക്കെ കുത്തിയിരുന്ന് നമുക്ക് കുത്തിക്കളയണം. തട്ടയിലൊക്കെ ഇതുണ്ട്. അപ്പോൾ ഏതായാലും ബോഡി ആയാലും മൊത്തത്തിൽ ഒന്ന് കഴുകണം. ഇപ്പം വെള്ളം ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഇത് കണ്ടോ, ഉമ്മാരെ ഇങ്ങനെ ഇരുന്നിട്ട് തുപ്പും. പക്ഷെ ഉമ്മാരൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഉമ്മാരെ മുറുക്കാനൊക്കെ വെച്ചിട്ട് ശരിക്കും നല്ല വെള്ളമൊക്കെ അടിച്ച് സെറ്റായിട്ട് വന്ന് പെരുത്തൊന്ന് കയറുന്നതായിരിക്കും. നല്ല ഓട്ടമുള്ള സമയമാണെങ്കിൽ നമുക്ക് പറയാം, ഇറങ്ങടാ അല്ലെങ്കിൽ തുപ്പിയിട്ട് കയറിയാൽ അതിന്ന് പറയാം. ഈ ഓട്ടമില്ലെങ്കിൽ നമ്മൾ എന്ത് ഉമ്മാരോട് പറയും, കൊള്ളതെടുത്തോട് പോകാതല്ലേ നോക്കൂ. അപ്പോൾ എൻ്റെ ടയറിൻ്റെ ഗ്യാപ്പിലെല്ലാം കല്ലാണ് കണ്ടോ. ഇതുപോലെ കല്ല് കയറി ഗ്രിപ്പായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഫ്രണ്ട് ടയർ നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾ ഞെട്ടും. ഇതുണ്ട്, ഫ്രണ്ട് ടയറിനകത്ത് മൊത്തത്തിൽ കല്ല് കയറി ഒരു പരുവായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ഇളക്കി കളയണം. മൊത്തത്തിലൊന്ന് വാഷ് ചെയ്ത് സംഭവം സെറ്റാക്കി എടുക്കണം. പിന്നെ ഗൈസ് ഒരു അപ്ഡേഷൻ നടത്താൻ പോവാണ്. നമ്മുടെ ഇതിൻ്റെ പേര് ചിഞ്ചല്ലോ, എന്താ സാധനത്തിൻ്റെ പേര്, നമ്മുടെ ഫ്രണ്ടിൽ തൂക്കിട്ട് എന്ന റെഡ് ബ്ലാക്ക് കോമ്പിനേഷനുള്ള സാധനം. അത് ഇച്ചിരി കൂടെ നല്ല വലിയ സൈസിൽ ഉള്ള സാധനം നമ്മൾ വാങ്ങാൻ പോകണം. പക്ഷേ റെഡും ബ്ലാക്കും കിട്ടുവാണെങ്കിൽ നമ്മുടെ ആ ഒരു കോമ്പിനേഷൻ സെറ്റാകുള്ളൂ. അപ്പോൾ റെഡും ബ്ലാക്കും എവിടെയെങ്കിലും കൊണ്ടുപോയി കണ്ടുവാണെങ്കിൽ നിങ്ങൾ പറയുക ഗൈസ്. നിങ്ങളുടെ അടുത്തതിൽ നല്ല കടയില്ല, ഇതിലും നല്ല ഹ്യൂജ് ആയിരിക്കണം. ഇതിപ്പോൾ ഒരു സിമ്പിൾ സൈസാണ്, നല്ല ഇതായിട്ട് നല്ല കട്ടിക്ക് കിടക്കണം, അങ്ങനെ ഒരു സാധനം. ഓക്കെ, പിന്നെ നമ്മുടെ വൈപ്പർ വാഷിനകത്ത് നമുക്ക് വെള്ളം നിറയ്ക്കാനുണ്ട്. ഇതാണ് അതിൻ്റെ വെള്ളം വരുന്ന ഭാഗം കേട്ടോ, അതേ നമുക്ക് വെള്ളം നിറയ്ക്കണം. പിന്നെ ഒരു പണി ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. നമ്മളിവിടെ നേരത്തെ മറ്റേ ആ കട്ടിയുള്ള നമ്മുടെ മറ്റേ വല്യമാറ്റായിരുന്നു. അപ്പോൾ ആ വല്യമാറ്റ് ഞാൻ പുറകിലൊക്കെ എടുത്തിട്ടു. എന്നിട്ട് ഇത് ചുമ്മാ ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ടാണ്. കഴിഞ്ഞ ദിവസം വീഡിയോക്കകത്ത് ഞാൻ അതിൻ്റെ മാറ്റ് വാങ്ങാൻ ഉണ്ടായിരുന്നു. അപ്പോൾ മാറ്റ് വാങ്ങാൻ പോയപ്പോൾ അപ്പേ ക്ലാസിക്കിൻ്റെ മാറ്റ് ഇപ്പം അന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടിയത് ക്വാളിറ്റി ഇല്ല. രണ്ടാമത്തെ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് കറക്റ്റല്ല, അപ്പോൾ അത് വാങ്ങിയില്ല. ഈ സാധനം എടുത്തിട്ടതിൻ്റെ അന്ന് തന്നെ 2 ഗ്യാസ് കുറ്റിയും കൊണ്ട് പോകേണ്ട ഓട്ടം വന്നു. ഇവിടെ എല്ലാം ഉറഞ്ഞത്, ഏത് കണ്ടോ, ഇവിടെ എല്ലാം ഉറഞ്ഞിരിക്കുകയാണ് ഗീസ്. അപ്പോൾ വെളിയിൽ എങ്ങനെയാണ് വണ്ടി ഓടുന്നത് എന്നൊന്നും നമുക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ഇന്നേതായാലും നമ്മൾ നമ്മുടെ വണ്ടിയുടെ അലുകുലത്ത് പരിപാടികളുമായിട്ടും ചില ഞിണുക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇളകി പോയത് ഒട്ടിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം ഗൈസ് നമ്മൾ ഹർത്താൽ നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ നേരെ ഒന്ന് സെറ്റാക്കി ഒന്ന് റെഡി ആയിട്ട് വരാം. ഓക്കെ, കണ്ടോ ഹർത്താൽ അനുകൂലികളാണ് കണ്ടോ നമ്മുടെ ഇവിടുത്തെ എല്ലാവരും വണ്ടി ഇടാൻ പോകാൻ തോന്നുന്നു. അപ്പം ഗൈസ് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ തന്നെ നമ്മളെ തടയുന്നതിന് മുമ്പ് നമുക്ക് പോയിട്ടില്ല, മെഡിക്കൽ സ്റ്റോർ വരെ പോകണേ. ആ പോകുന്ന പോക്കിൽ നമുക്ക് നമ്മുടെ സ്റ്റാൻഡിൽ ഏതേലും അവന്മാരും കിടന്ന് ഓടുന്നുണ്ടോ, സ്റ്റാൻഡിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാവേ. മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു മരുന്ന് വാങ്ങാറുണ്ട്, അത് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് വരാം. അപ്പോൾ ഞാൻ സ്റ്റാൻഡ് കാണിക്കാം. ഓക്കെ ഗൈസ്, ഫസ്റ്റ് അറ്റംപ്റ്റ് മൂഞ്ചി കേട്ടോ. മെഡിക്കൽ സ്റ്റോറില്ല, നമ്മുടെ സ്റ്റാൻഡ് നേരെ അപ്പുറത്താണ്. മെഡിക്കൽ സ്റ്റോർ വന്നാണോ, മെഡിക്കൽ സ്റ്റോറും തുറന്നിട്ടില്ല. ഈ സമയമായിട്ടൊന്നാണോ, നമ്മുടെ സ്റ്റാൻഡ് കണ്ടോ നോക്കിക്ക്, ഫുള്ള് ശൂന്യം കേട്ടോ, ആരുമില്ല. ബൈക്കൊക്കെ 1-2 ബൈക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. സ്റ്റാൻഡ് കാണിക്കാം ഗൈസ്, ഇത് കണ്ടോ നമ്മുടെ സ്റ്റാൻഡൊക്കെ വിജനമാണ്. ഇവിടെ ഒന്നും ഒറ്റ കട തുറന്നിട്ടില്ല, വണ്ടികളൊന്നും അങ്ങനെ ഇല്ല. ഇനി മെഡിക്കൽ സ്റ്റോർ പിന്നെ അടുത്ത ജംഗ്ഷൻ വരെ കൂടെ നമുക്ക് പോയിട്ട് വരാം. ഓക്കെ, അവിടെ വെച്ച് എന്നെ തടയൊന്നും നടത്തില്ല. നമ്മുടെ അടുത്ത ആൾക്കാരൊക്കെ റോഡ് ഉപരോധിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് കേട്ടോ. എന്നോട് പറഞ്ഞു നീ തിരിച്ചു വരുമ്പോൾ നിന്നെ തടയുമെന്ന് പറഞ്ഞു. ഏതായാലും പോയിട്ട് വരാം, മരുന്ന് വാങ്ങാണ്. പോലീസുകാരൊക്കെ കേട്ടോ, അവിടെ വണ്ടിയൊക്കെ തടയുന്നുണ്ട് കണ്ടോ. അവർ നിൽക്കുന്നതിന് നേരെ ഓപ്പോസിറ്റാണ് മെഡിക്കൽ സ്റ്റോർ. പക്ഷേ ഈ കാണുന്ന മെഡിക്കൽ സ്റ്റോറൊന്നും തുറന്നിട്ടില്ല. അവിടെ പോയി ആ മെഡിക്കൽ സ്റ്റോർ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. അവിടെ ഭയങ്കര വിഷയമാണെന്ന് തോന്നുന്നു, എല്ലാവരെയും വണ്ടി തടയുന്നുണ്ട്. ഈ നമ്മൾ മെഡിക്കൽ സ്റ്റോറിലൊന്നും മരുന്ന് വന്നത് അതാണ്ട് അവിടെ കച്ചായം കയറി ഭയങ്കര പ്രതിഷേധം. പുള്ളിക്കാരൻ മെഡിക്കൽ സ്റ്റോറാണ് കേട്ടോ, മെഡിക്കൽ സ്റ്റോറിനെ വാഗ കയറിയിരിക്കുക. പുള്ളി എന്ത് ചെയ്താൽ മാറത്തില്ല. നടക്കത്തില്ല.
കാറുകാരാണ് വിഷയം കേട്ടോ. ഒത്തിരി കാറുകാർ ചുമ്മാ അതിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഹോസ്പിറ്റലും മരണമൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ആളുകൾ പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷെ അല്ലാതെ വന്നേക്കുന്ന കുറേ വണ്ടികളുണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ചപ്പോൾ അവസാനം ഒരു പരുവത്തിന് എല്ലാവരും കൂടെ മറ്റേ ആ പുള്ളിക്ക് തലയ്ക്ക് സ്ഥിരമില്ലാത്ത പുള്ളിയെ പിടിച്ച് മാറ്റിയിട്ട് കട തുറന്ന് നമ്മൾ ഗുളികയും വാങ്ങിച്ചു. ഇവിടെ അത്യാവശ്യം എല്ലാ വണ്ടികളും കാറുകാർ കൂടുതൽ ലേഡീസാണ് കേട്ടോ വരുന്നത് മൊത്തം. അവരെയൊക്കെ തടയുന്നുണ്ട്, പറഞ്ഞു വിടുന്നുണ്ട്. ഹോസ്പിറ്റലും അല്ലാനുള്ള കേസ് കിട്ടൊക്കെ അവർ വിടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ നല്ല കാര്യമല്ല. അതായത് അത്ര അതൊക്കെ നേരത്തെ അറിഞ്ഞിട്ട് ചുമ്മാ ഈ സമയം നോക്കി കറങ്ങാൻ ഇറങ്ങുന്ന ഒത്തിരി ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അത്യാവശ്യം ഗ്യാസ് വണ്ടിയൊക്കെ നമ്മൾ പറഞ്ഞു വിടുന്നുണ്ട് അവർ. ഇനിയിപ്പം ഞാനും വീട്ടിലോട്ട് ചെല്ലട്ടെ. വീടിനങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ അവിടുത്തെ ഏരിയയിലൊക്കെ ഇതുപോലെ തന്നെ അവർ തടയുന്നുണ്ടായിരിക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ ചെറുതായിട്ട് പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പോൾ സ്ക്രൂ ഡ്രൈവർ വേണ്ട, നമ്മളൊരു പീലർ സാധനം എടുത്തു. പീലർ എടുത്തുകൊണ്ട് സോനു മാറിക്കേ. സോനു അങ്ങോട്ട് മുമ്പിൽ നിന്ന് അങ്ങോട്ട് പോ. ഗൈസ് ഇതാണ് നമ്മുടെ സോനു. അടി ഇത് കണ്ട, ഇതിങ്ങനെ കുത്തിക്കളയുക. സത്യം പറഞ്ഞാൽ ഇതെന്തിനാണ് കുത്തിക്കളയുന്നത്, ഇതെന്താണ് അവിടെ ഇരുന്ന ആളെ പ്രശ്നം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങ് കയറിയിരിക്കുക മൊത്തത്തിൽ ഇങ്ങനെ കയറി. പീലർ വളഞ്ഞു ഗൈസ്, പീലർ വളഞ്ഞു. അപ്പോൾ ഇത് സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഈ കല്ല് നമ്മുടെ ഈ ടയറിൻ്റെ ഗ്രിപ്പിൻ്റെ ഇടയിലെല്ലാം കയറും. പോരാത്തതിന് ഇപ്പം 2 ദിവസമായിട്ട് മഴയും കാര്യങ്ങളും കൂടെ ഉണ്ട്. കട്ട ടയർ ഇല്ലാത്ത വണ്ടി ഓടിക്കുന്ന ആ ഒരു സാധനം ഫീൽ ചെയ്യുന്ന നിങ്ങൾക്ക് കുറേ കൂടെ കഴിയുമ്പോഴത്തേന്. എന്നുവെച്ചാൽ ഇതിൻ്റെ എല്ലാ ഇടയ്ക്ക് നമുക്കറിയാമല്ലോ, വണ്ടിയുടെ ഗ്രിപ്പ് എന്ന് പറയുന്ന സാധനത്തിലാണ് നമ്മുടെ വണ്ടിയുടെ ബ്രേക്കിങ് കാര്യങ്ങൾ സ്റ്റെബിലിറ്റി എല്ലാം. മെയിനായിട്ട് സ്റ്റെബിലിറ്റി നമുക്ക് എടുത്ത് പറയാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ടയറും അത്യാവശ്യം കുറവാണ് നിൽക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി മഴയത്ത് ഓടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളം ഉള്ളിടത്തോട്ട് വരുമ്പോൾ വണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വലിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഈ ഗ്രിപ്പ് നമുക്ക് തരുന്നത് റോഡിൻ്റെ ആ ഒരു ഇതുമായിട്ടൊരു ടയറുമായിട്ടുള്ളൊരു ഘർഷണം ഇതിൻ്റെ ഇടയിലാണ് നടക്കുന്നത്. നമുക്ക് ആ ബ്രേക്കിങ് ചെയ്യുമ്പോഴത്തേന് ഈ ഒരു ഗ്രിപ്പിൻ്റെ ആ ഒരു ഇതിലാണ് ആ എയറും കാര്യങ്ങളും എല്ലാം നമുക്ക് ആ ബ്രേക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ കല്ലുകളെല്ലാം കൂടെ കയറി ഈ ടയറയിൽ ഈ പറയുന്ന ഈ ഗ്യാപ്പുകൾ കയറി ഇന്ന് ഫില്ലായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു ടയറിൻ്റെ ബ്രേക്കിങ് നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് പിടിക്കുമ്പോഴത്തേനും നമുക്ക് ബ്രേക്ക് കുറവായിട്ട് തോന്നി, ചിലപ്പോൾ വണ്ടി നിൽക്കത്തില്ല, ചിലപ്പോൾ വണ്ടി പാളിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് കണ്ടമാനം രീതിക്ക് കല്ലുണ്ട് ഈ ടയറിൽ. ഇതുണ്ടോ? ഇതിൻ്റെ എല്ലാ ഇടയ്ക്ക് കണ്ടമാനം കല്ലുണ്ട്. ഏറ്റവും കൂടുതൽ ഇത് നമുക്ക് ഫേസ് ചെയ്യുന്ന ഫ്രണ്ട് വീലിൽ തന്നെയാണ്. ഫ്രണ്ട് വീലാണ് ഏറ്റവും കൂടുതൽ കല്ലുകൾ ഇങ്ങനെ കാണാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കല്ലെടുത്ത് കളയുന്നതിൻ്റെ മെയിൻ ഒരു സംഭവം. ഇതല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞു തരിക. ഓക്കെ. അപ്പോൾ ഏതായാലും ഇത് നമ്മൾ നല്ല രീതിക്ക് ഫ്രണ്ടിലത്തെ ഇനിയിപ്പോൾ വണ്ടി ഒന്ന് മുമ്പോട്ടൊന്ന് അനക്കിയിട്ടിട്ട് ഇപ്പോൾ ഇവിടെ കാണുന്ന രീതിക്കുള്ളതൊക്കെ നമ്മൾ ഇളക്കി. അതിവിടെ എല്ലാം ഉണ്ട്. കണ്ടോ? കാണാതിരിക്കുന്ന വണ്ടി ഒന്ന് അനക്കാം. നമുക്ക് ഫ്രണ്ടിലോട്ടൊന്ന് റോൾ ചെയ്തിട്ട് ബാക്കി ഭാഗത്തോട്ട് നമുക്ക് പറിക്കാം. അപ്പോൾ അതൊരു മെയിൻ സംഭവമാണ് ഗൈസ്. അയ്യോ, ചൂടെന്ന് വെച്ചാൽ രക്ഷ താവിയാണ് കേട്ടോ. വൈകിട്ട് മഴ ഉച്ച കഴിഞ്ഞ് മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ വണ്ടിയുടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്യണം. വെള്ളം ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. അതാദ്യം ഒന്ന് നോക്കിയേക്കും. വെള്ളം രാവിലെ ഞങ്ങളുടെ ജലനിധിയാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾക്ക് ഈ ടാങ്കിൽ നിന്നാണ്, ഞങ്ങളുടെ ഇങ്ങോട്ടുള്ള എല്ലാവർക്കും പൈപ്പ് കണക്ഷൻ ഉണ്ട്.
വെള്ളം വരുന്നത്. അപ്പോൾ ആഴ്ച 2 ദിവസം വെച്ചിട്ട് വെള്ളം അടിക്കും. നമ്മൾ ഇവിടെ പുറമേ ഉള്ള ഇത്രയും വെള്ളമുണ്ട്, ഇത്രയും വെള്ളമില്ല. ഇവിടെ വരെ വെള്ളമുണ്ട് നമുക്ക്. അതാണ് സൗണ്ട് ഉണ്ടോ, സൗണ്ട് വ്യത്യാസം. അപ്പോൾ ഇതിനകത്ത് വെള്ളമുണ്ട്, പക്ഷേ പൈപ്പിന് ഫോഴ്സ് കാണത്തില്ല. പിന്നെ കുടിക്കാനുള്ള വെള്ളത്തിന് ടാങ്കിൽ നമ്മൾ വീണ്ടും മണ്ടയ്ക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോഴ്സ് കാണുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ഇന്ന് ഇവിടെ വെള്ളം അടിക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് നേരിട്ട് നമ്മുടെ ഈ കാണുന്ന പൈപ്പിലോട്ട് കിട്ടും. ഇത് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ വണ്ടി നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നോക്കാം, സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വണ്ടി കഴുകാം കേട്ടോ. വണ്ടി കഴുകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെയാണ് ഫുള്ള് തുപ്പിയിട്ടതല്ലേ ഇവിടെ, അത് കണ്ടിട്ട് മുറുക്കാൻ അത് പോകുന്നു. അങ്ങനെ ഇങ്ങനെയൊന്നും പോകുന്നില്ല കേട്ടോ. ബോഡിയിലുള്ള പോകുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഈ റെക്സിൽ വെച്ച് പൊതിഞ്ഞേക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ കഴുകിയിട്ടൊക്കെ ഞാൻ വരാം, അല്ലെങ്കിൽ ഒത്തിരി സമയം എടുക്കുന്നത് വീഡിയോ നമുക്കൊന്നും തീർക്കാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, വിയർത്ത് കുളിച്ചൊരു പരുവ് കണ്ടോ, എല്ലാം വിയർത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ കഴുകി കിട്ടിയിരിക്കുകയാണ് ഗൈസ്. വലിയ സെറ്റപ്പായിട്ടുള്ള പോലെ കഴിക്കുന്നില്ല കേട്ടോ. ഈ ചൂടത്ത് വെയിൽ തിറങ്ങി കഴുകാൻ തന്നെ ഭയങ്കര പാടാണ്. മൊത്തത്തിലൊന്ന് കഴുകി ഒന്ന് വെള്ളമൊന്ന് ഓടിച്ചെടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് പിന്നെ ഒന്ന് വണ്ടി വെയിലത്തോട്ടൊന്ന് ഇറക്കി കാണാം. ഒന്ന് വെയിലത്തോട്ട് ഇറക്കിയിട്ടില്ലെങ്കിൽ ചെറിയാറില്ല ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് ബൈക്ക് ഇരിക്കുന്ന എല്ലാം മാറ്റി ഫ്രണ്ടിലോട്ട് കയറ്റാം, എന്നിട്ട് വേണം നമുക്ക് ഓട്ടോ ഇങ്ങോട്ട് ഇറക്കി ഇടാൻ വേണ്ടി. ഓക്കെ ഗൈസ്, വൈകുന്നേരം ആയപ്പോഴേ കിടക്ക മഴയാണ് കേട്ടോ. മഴ പെയ്തുകൊണ്ടിരിക്കുകയെ. അപ്പോൾ നമ്മൾ വണ്ടിയെല്ലാം കഴുകി എല്ലാം ഇട്ടതല്ലോ, നിങ്ങൾ കണ്ടല്ലോ കേസ്. അപ്പോഴത്തെ നിങ്ങൾ വിചാരിക്കല് ഇവരെന്നെ ഷർട്ട് ഇടാതെ നിൽക്കുന്നൊന്നും വിചാരിക്കില്ല കേസ്. വീടിൻ്റെ അകത്ത് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല, അതുപോലെ ചൂടാണ്. ഇപ്പോൾ ഈ മഴയും കൂടെ പെയ്ത് കാരണം ഭയങ്കരമായിട്ട് ആവിയാണ്. ഞാൻ ജയൻ ചേട്ടൻ്റെ അടുത്ത് വരെ പോകുന്നുണ്ട്. മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുക, മഴ ഒന്ന് കുറഞ്ഞാൽ ഞാൻ പോകും. ജയൻ ചേട്ടൻ ഇന്നത്തെ ദിവസം മൊത്തം വണ്ടിയിൽ നിന്ന് എന്തൊക്കെ അഴിച്ച് റെഡിയാക്കാൻ പറ്റുമോ അതെല്ലാം അഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. എന്നെ ഒരു 5-6 പ്രാവശ്യം വിളിച്ച്. അപ്പോൾ മഴ ഒന്ന് കുറയുവാണെങ്കിൽ ഞാൻ ജയൻ ചേട്ടൻ്റെ അടുത്തോടുകൂടെ പോകാം. എന്നിട്ട് ജയൻ ചേട്ടൻ എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ച് പോകുമ്പോൾ മനസ്സിലാക്കാം. നമ്മളൊന്നുമല്ല, ജയൻ ചേട്ടൻ അങ്ങ് എന്താ എഞ്ചും പേരെ ചിലപ്പോൾ അഴിച്ച് കഴുകി കാണും. അപ്പോൾ കൈസ്, അപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ ജയൻ ചേട്ടൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ അവിടെ വെച്ചൊരു സൈനിങ് ഓഫ്, അല്ലെങ്കിൽ ഇവിടെ വെച്ചൊരു സൈനിങ് ഓഫ്. അപ്പോൾ ഏതായാലും ഗൈസ്, ഇറ്റ്സ് മീ വ്ളോഗ്സ്, സിലോട്ടോ വ്ളോഗ്സിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ബൈ.